ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ തൃശ്ശൂരിൻ്റെ തമ്പ്രാൻ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കലങ്ക് കൂട്ടി ചർച്ചയിൽ വേലായുധൻ എന്ന് പറയുന്ന ഒരു 77 വയസ്സുകാരൻ പാവം മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീടെല്ലാം പൊളിഞ്ഞു പോയിട്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി ഈ തമ്പ്രാനെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു അല്ലേ. അത് കൈകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഈ കോഴിത്തമ്പുരാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഞാൻ ഉന്നത കുല മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ, താഴേക്കിടയിലുള്ള ആൾക്കാരെ ഒന്നും ഞാൻ നോക്കാറില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ കയറി ഇറങ്ങാത്ത അന്തപ്പുരങ്ങളില്ല. അവിടെ പോയിട്ട് ഈ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ കൂപ്പുകയോടെ നിന്നതൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷെ ഇന്ന് ഇദ്ദേഹം ആട്ടിവിടുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വാർത്തയും കൂടെ വരുന്നത്, ആനന്ദവല്ലി എന്ന് പറയുന്ന ഒരു പാവം അമ്മ, ആ അമ്മ ഈ ഒരു കലങ്ങൂട്ടി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കോഴിത്തമ്പുരാനോട് ചോദിക്കുകയാണ്, സാറേ ഞാൻ നിക്ഷേപിച്ച എൻ്റെ പൈസ സാറ് വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തായി എന്ന് ചോദിച്ചു. മനസ്സിലായില്ല അല്ലേ? നമ്മുടെ ഈ കരിവണ്ണൂർ ബാങ്കിൽ നിന്നും പദയാത്ര നടത്തി പദവും വന്ന് പതയും പോയി ഒരു കടയുടെ മൂലക്ക് മാറിന് ഷോട കുടിച്ച ഈ തമ്പ്രാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തൃശ്ശൂരിലെ ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും ഈ വോട്ടും വാങ്ങി ബാക്കിയെല്ലാം കള്ളവോട്ടും ചെയ്ത് ഈ ഒരു മരവാഴ വിജയിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് MP ആയി, അതിനുശേഷം സഹമന്ത്രിയായി. ഇപ്പം ഇയാൾ പറയുന്നത് ഈ പൈസ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ED പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ ആ കാശ് നമ്മൾ മുഖ്യമന്ത്രി ചോദിക്കണം ഈ പൈസ ഇതിനകത്തോട്ട് ഇടാൻ. കാരണം ED എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാലോ അല്ലെ. EDയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചതും ഈ പണം കൊണ്ടുപോയതും ഇവർ തന്നെയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, അവർക്കിനി ഇതിലും വലിയൊരു അമളി ഇനി പറ്റാനില്ല. ഈ തമ്പ്രാൻ വന്നിരുന്നു കൊണ്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ, പുള്ളി ഇപ്പോഴും വിചാരിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഭരചന്ദ്രൻ IPS ആയിട്ട് തോന്നും. കാരണം പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് ഭരചന്ദ്രൻ IPSും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കാണുമ്പോഴത്തേക്ക് മറ്റേ മാടമ്പി സ്റ്റൈലുമാണ്. കാരണം ഞാൻ അങ്ങോട്ട് മറ്റേ ഉന്നത കൊലയാണ്, ഇവരെല്ലാം എൻ്റെ താഴെ ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നോണം എന്ന് പറയുന്ന ആ ഒരു പ്രകൃതത്തിലേക്കാണ് ഇയാൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മയോട് ഇയാൾ പറയുന്ന ധാർഷ്ട്യം, ധിക്കാരം, അല്ലെങ്കിൽ ഇയാളുടെ ആ മനസ്സിലുള്ള ആ ഒരു വെറിയുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണും. നിങ്ങൾ പോയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ, ഇതൊന്നും അല്ലായിരുന്നു ഈ ഇലക്ഷന് നിന്നപ്പോഴത്തേക്ക് ഈ ചെമ്പുഗോപി അല്ലെങ്കിൽ ഈ മുന്നാ ഗോപി ഇത്രയും കാലം ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ അമ്മയുടെ ഈ വാക്കുകളൊന്ന് കേൾക്കണം. ഒരു പാവം മനുഷ്യനെ അധിക്ഷേപിച്ചതൊക്കെ നമ്മൾ കണ്ട 77 വയസ്സുള്ള ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വീട് പൊളിഞ്ഞു പോയിട്ട് ഇദ്ദേഹം ആരോടാണ് പറയേണ്ടത്? ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിന്റെ അല്ല, രാജ്യത്തിന്റെ മന്ത്രി. തമിഴ്നാട് അല്ലെങ്കിൽ UP അല്ലെങ്കിൽ ഡൽഹി, കേരളം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടത്തില്ല കേട്ടോ. അപ്പൊ ഈ കേരളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളൊക്കെ കഴുതകളാണോ? എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ED പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ED പിടിച്ചെടുത്ത കാശ് പോകാൻ പറ്റില്ല സാറേ, എനിക്ക് ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ 3 പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും ഇല്ല. ഇത് ED പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. ഇന്നലെ ചെന്നിട്ട് നമുക്ക് അവിടെ ചോദിച്ച എന്താ സംഭവിച്ചത്? എല്ലാരും മീറ്റിംഗ് കൂടുന്ന സ്ഥലത്ത് വെറുതെ ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോയതാ. അപ്പൊ ആ കൂടെ ഇങ്ങനെ വരുന്ന കണ്ടിട്ട് ആ സന്തോഷത്തിന് ചെന്നതാ. അപ്പൊ എല്ലാരും ചോദ്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ആരും ചോദിച്ചില്ല. അപ്പൊ ഞാൻ കേറി കോപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടും സാറേ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ കയറി
സാറ് പറഞ്ഞത് ഇങ്ങനെ, നിങ്ങൾ DDDK പോവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെ കാണും. ഇതിപ്പം മുഖ്യമന്ത്രിനെ കാണാനും DDDK പോകാനും എനിക്ക് സ്ഥലം അറിയില്ല, ആൾക്കാരെ അറിയില്ല. ഇതിപ്പോ അതിനകത്ത് ഇട്ട് നിക്ഷേപിച്ച് കിട്ടുമെന്നുള്ള ഒരു സങ്കല്പത്തിൽ കൊണ്ടിട്ടതാ. അല്ലാതെ നമുക്കിപ്പൊ ഇത്രയും പേർക്കിടയ്ക്ക് പോയി ഈ കാശ് ചോദിക്കാൻ പറ്റുവാ? പറഞ്ഞപ്പോ വല്ലാതെ വിഷമം വന്നോ? എനിക്ക് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ കാര്യം അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല വാക്ക് പറയായിരുന്നു, അത് പറഞ്ഞില്ല. നേരത്തെ ഇവിടെ വരുമ്പോഴേ ഇലക്ഷനൊക്കെ വരുമ്പോ ആ ഒരു പ്രതീക്ഷയൊക്കെ പുള്ളി തരുമായിരുന്നു. നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാ പോയതല്ലേ? പുള്ളിക്കാരൻ ഇവിടെ നിന്ന് നേരത്തെ തന്നെ ഈ വോട്ടിന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു, കരുവന്നൂർ കോപ്പറേറ്റീവ് സമരം ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ കോപ്പറേറ്റീവിലെ കാശ് മേടിക്കാന്ന് പറഞ്ഞായിരുന്നു, എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവരുടെയും ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ കാരണമാണ് പറഞ്ഞത്, നിങ്ങളുടെ കിട്ടും എന്നൊരു വാക്ക് നല്ലത് പറയായിരുന്നു. അത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ, അത് ഞാൻ പറയാം. എത്ര പൈസ ഉണ്ട്? 1.25 ലക്ഷം രൂപ അവിടെ കിടപ്പുണ്ട് സാറേ. എനിക്ക് വയ്യാത്ത വരികയെ, അപ്പോൾ മരുന്ന് വേണമെങ്കിൽ തന്നെ മാസം 2000 രൂപ വേണം. ഈ തലയുടെ ഇവിടെ എന്തോ ഒരു ഞരമ്പിന് തകരാറുണ്ട്. അപ്പൊ മരുന്നിന് കാശിന് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവര് തരില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങേരുടെ ഒരു വാക്കുണ്ടല്ല, നമ്മൾ ആ വാക്കിന്റെ പുറത്താ പോയത്. ഇവര് ആരുടെയും കാല് പിടിക്കാൻ നമുക്ക് അത് കിട്ടേണ്ടതാ. പക്ഷെ ആൾക്കാർ കട്ടുവാരിക്കൊണ്ട് പോയി. നമ്മളിപ്പോ എന്ത് പറയാനാ? കട്ട വളരെ വീടുകളിലൊക്കെ പോയി പണിതിട്ട് ജീവിക്കണത്. പക്ഷെ നമുക്കത് തരുമെന്നുള്ളൊരു കിട്ടും എന്നുള്ളൊരു സങ്കല്പത്തിൽ പോയതാ, അത് കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തുമില്ലേ. ഞാനതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇട്ടത് കാശ സാറേ. ആ കോപ്പറേറ്റീവുകാർ അത് തന്നിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കേണ്ട ഒരു വിഷമം വരില്ലായിരുന്നു. അത് ഞാൻ അത്രയും വിഷമിച്ച് ഈ കൊച്ചി വലുതായി, ചെറുതായിരുന്നു ആ കാശൊക്കെ അവിടെ ഇടുമ്പോഴേ, ഇപ്പോഴാ ഇത് വലുതായത്. അപ്പൊ നമ്മള് കുറേശ്ശെ കൊണ്ടിട്ട കാശ ഇങ്ങനെ നാട്ടുകാർ കട്ടുവാരി അതിനകത്തിരിക്കണവർ കൊണ്ടുപോകുമെന്ന് ഞാൻ ഓർത്തില്ല. ആരുടെ സഹായം എനിക്കില്ല. എന്റെ ചെറുപ്പം മുതലേ അങ്ങേരെ സിനിമയിൽ അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാരും സഹായം ചോദിച്ചാൽ നമുക്കും ഒരു സഹായം ആവും, ഒരു വാക്കല്ലേ എന്ത് വന്നാലും. അങ്ങനെ പറയാനും അതിനുള്ള അവസരം അവിടെ ഉണ്ടായില്ല. അതോടെ വേറെ ഓരോരുത്തരും ചാടി വീണ് ചോദിക്കായിരുന്നു. അല്ലാതെ പുള്ളിക്കാരുടെ തെറ്റല്ലായിരിക്കും ചിലപ്പോ. ലാസ്റ്റ് പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തെറ്റായിരിക്കില്ല. അവിടെയും അദ്ദേഹത്തെ തെറ്റായിട്ട് അവർ കാണുന്നില്ല. ഈ കരിവണ്ണൂർ ബാങ്ക് വിഷയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി രംഗത്തേക്ക് വരുന്നത് നമ്മളെല്ലാവരും കണ്ടതാ. ശരിക്കും ഈ കലങ്ങുകൂട്ടി തമ്പ്രാൻ ഇപ്പം ഈ അമ്മയോട് കാണിച്ചതും അതുപോലെ ഇതിനു മുമ്പ് ആ അച്ഛനോട് കാണിച്ചതൊക്കെ ധിക്കാരപരവും ഇദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള ആ ഒരു വെറിയും തന്നെയാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത്രത്തോളം ഇത്രയും വിഷമിച്ച് ആ ഒരു സാധു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇത്രയും ധിക്കാരത്തോടുകൂടി നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ചോദിച്ചു, ED അത് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇയാളെയൊക്കെ ജയിപ്പിച്ചു വിട്ട ഈ ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പം. സത്യത്തിൽ ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലൊരു അബദ്ധം പറ്റാൻ പാടില്ല. ഇതുപോലത്തെ മരവാഴകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കലങ്ങൂട്ടി തമ്പ്രാക്കന്മാരെയൊന്നും വിജയിപ്പിക്കാൻ പാടില്ല. ഇവരൊക്കെ സിനിമ ചെയ്ത് മുന്നോട്ട് പോട്ടെ. കേരളത്തിലെ നന്മപരമെന്നൊക്കെ നമ്മൾ 100 വട്ടം പറഞ്ഞു. ഈ ഒരു വാർത്തയിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പേഴ്സണലായിട്ട് ഞാൻ 3 പേരെ ഞാൻ ഇതാക്കിയിട്ടുണ്ടെന്ന്. ഇങ്ങനെ കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന ഈ അല്പത്തരം കാണിക്കുന്ന ഈ അല്പനെയൊക്കെ നമ്മൾ ഇനി എന്താ പറയേണ്ടത്? സത്യത്തിൽ ഷെയിം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. ഈ പാവങ്ങളിലേക്ക് കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ഏതവനാണെങ്കിലും കൊള്ളാം, ഏത് ഉന്നതനാണെങ്കിലും കൊള്ളാം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും കൊള്ളാം, സാധാരണക്കാരുടെ കണ്ണുനീര് കാണാത്ത ഒരുത്തനും ഈ നാട്ടിൽ അധികം നാൾ നിലനിൽക്കില്ല. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും